നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ത്രോട്ടിനെ കുറിച്ചാണ്. ഓക്കെ, ത്രോട്ടിന് നമ്മൾ ഓൾസോ നോൺ ആസ് എന്താണ് പറയുന്നത്, ഫാരിങ്സ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ അപ്പർ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ സെക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററിയുടെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവിൻ്റെയും സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ത്രോട്ട് അഥവാ എന്ത്, ഫാരിങ്സ്. അതിനെ നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നെസോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിംഗോഫാരിങ്സ്. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് നെസോഫാരിങ്സ് ആണ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ബിഹൈൻഡ് ദ നീസൽ ക്യാവിറ്റി ദ നെസോഫാരിങ്സ് കണക്ട് ദ നോസ് ടു ദ ത്രോട്ട്. അതായത് നമ്മുടെ നോസിനെ ത്രോട്ടുമായി കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു നീസൽ ക്യാവിറ്റിയുടെ നെസോഫാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ ബ്രീത്തിങ് ആൻഡ് കണ്ടെയ്ൻ ദ അഡിനോയിഡ്സ്. അതായത് ടോൺസിൽസ് ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നെയ്സോഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം. ഇത് നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യാനായിട്ടാണ് ഈ ഒരു നെസോഫാരിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓറോഫാരിങ്സ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ടും ഓറോ എന്ന് പറയുമ്പോൾ എന്താണ്, ഓറോഫാരിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ മൗത്ത്. ഓക്കെ, ദ ഓറോഫാരിങ്സ് സെർവ്സ് ആസ് എ പാസേജ് ഫോർ ബോത്ത് എയർ ആൻഡ് ഫുഡ്. അതായത് അതൊരു പാസേജ് ആണ്, ഒരു വേ ആണ് അല്ലെ, നമുക്ക് എയർ കടക്കാനും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കടക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറോഫാരിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഹൗസസ് ദ പ്ലാറ്റിൻ ടോൺസിൽസ് ആൻഡ് ദ ബേസ് ഓഫ് ദ ടങ്. അതായത് അതാണ് നമ്മളുടെ ടങ്ങിന്റെ ഒരു ബേസ് ആയിട്ടാണ് അത് വരുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലാരിംഗോഫാരിങ്സ് ആണ്. അതായത് നമ്മളുടെ ഓറോഫാരിങ്സിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു ലാരിംഗോഫാരിങ്സ് കാണപ്പെടുന്നത്. ലാരിംഗോഫാരിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നമ്മളുടെ നമ്മളുടെ ത്രോട്ടിനെ ഡിവൈഡ് ചെയ്യാണ് എന്തായിട്ട്, ഈസോഫാഗസ് ആയിട്ട്. അതായത് ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ എന്താ, ഫുഡ് പൈപ്പ് അല്ലെ. അതേപോലെ തന്നെ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വോയിസ് ബോക്സ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഡയറക്ട്സ് ഫുഡ് ഇൻ ടു ദ ഈസോഫാഗസ് ആൻഡ് എയർ ഇൻ ടു ദ ലാരിങ്സ്. അതായത് ഈസോഫാഗസിലേക്ക് ഫുഡിനെ കടത്തിവിടാനും അതേപോലെ തന്നെ ലാരിങ്സിലേക്ക് എയറിനെ കടത്തിവിടാനുമാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ലാരിംഗോഫാരിങ്സ് എന്ന് പറയുന്ന പാർട്ട് ത്രോട്ടിലത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് പറയുന്നത്, ഇനി ഈച്ച് സെക്ഷൻ ഓഫ് ദ ത്രോട്ട് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ബ്രീത്തിങ്, സ്വോളോയിങ് ആൻഡ് വോക്കലൈസേഷൻ. എല്ലാ പാർട്ടുകളും, ഒരു ത്രോട്ടിലുള്ള എല്ലാ പാർട്ടുകളും ഒരേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വോളോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വോക്കലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഭക്ഷണങ്ങൾ നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ടും പിന്നെന്താണ്, ബ്രീത്ത് ചെയ്യാൻ, നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ദ നാസോഫാരിങ്സ് ഈസ് ദ അപ്പർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ഫാരിങ്സ്. ഫാരിങ്സിന്റെ അപ്പർമോസ്റ്റ് പാർട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു നാസോഫാരിങ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ നീസൽ കാവിറ്റിയുടെ ബിഹൈൻഡ് ആയിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാട്ടമിയാണ് നെക്സ്റ്റ് പറയുന്നത്. ലൊക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചർ ആണ്. അതിൽ മെയിൻ ആയിട്ട് അഡിനോയിഡ്സ്, അതായത് ഫാരിഞ്ചൽ ടോൺസിൽസ് എന്നാണ് അതിന് പേര് പറയുന്നത്. അതായത് എന്താണ്, ഒരു ലിംഫോയിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് അത് വരുന്നത്. നമ്മുടെ പോസ്റ്റീരിയർ നെസോഫാരിങ്സിന്റെ പോസ്റ്റീരിയർ വാളിലാണ് അത് കാണപ്പെടുന്നത്. അത് നമുക്ക് എന്താണ്, ഇമ്മ്യൂൺ ഡിഫൻസിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഒരു അഡിനോയിഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓപ്പണിംഗ് ഓഫ് ഓഡിറ്ററി ട്യൂബ്സ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ നേരത്തെ ഇയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഓഫ് ഓഡിറ്ററി ട്യൂബ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ സ്മോൾ ഓപ്പണിംഗ് ആണ് നമ്മളുടെ നെസോഫാരിങ്സിലേക്ക് മിഡിൽ ഇയർ വഴി. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, ഇയറിലേക്ക് വരുന്ന പ്രഷറിനെ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന പ്രഷറിനെ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഡിറ്ററി ട്യൂബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണ്. എന്തിന്റെ, ഇപ്പൊ ഈ പറഞ്ഞ ലാരിംഗോഫാരിങ്സിലെ നെസോഫാരിങ്സിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതിലെന്താണ്, റെസ്പിറേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, എയർവേ അല്ലെങ്കിൽ നമ്മളുടെ എയർ വരാനായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് റെസ്പിറേറ്ററി സിസ്റ്റം വരേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു റെസ്പിറേറ്ററി ഫംഗ്ഷൻ പറയുന്നത്. ഇമ്മ്യൂൺ ഫംഗ്ഷനിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം,
അഡിനോയിഡ്സ് വഴി നമ്മുടെ നാസോഫാരിങ്സിൽ ഈ ഒരു അഡിനോയിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതെന്താണ് നമ്മളുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നോസ് വഴി നമ്മൾ എടുക്കുന്ന എയറിനെ ഫിൽട്ടർ ചെയ്യാനായിട്ടും പാത്തോജൻസിനൊക്കെ ജേംസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ഇൻഫെക്ഷൻസ് നാസോഫാരിങ്സിൽ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, അഡിനോയിഡൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ അഡിനോയിഡ്സ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നാസോഫാരിഞ്ചൈറ്റിസ്. അതെന്താണ്, ഐറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫ്ലമേഷൻ ആണ്. നാസോഫാരിങ്സിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇൻഫെക്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ആണ്. ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, അഡിനോയിഡ് എൻലാർജ് ചെയ്യുക, അതിൽ എന്തെങ്കിലും വീക്കം വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്ലോ എന്തായിരിക്കും, ഒബ്സ്ട്രക്ട് ചെയ്യും അല്ലേ. നമുക്ക് നെയ്സൽ പാസേജ് വഴി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്താത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് എന്തായിരിക്കാം, നെയ്സൽ കഞ്ചഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ മൗത്ത് വഴി ബ്രീത്ത് ചെയ്യും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒബ്സ്ട്രക്ഷൻസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ അനാട്ടമി ഓഫ് ദ നാസോഫാരിങ്സ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നാസോഫാരിങ്സിന്റെ ആണ് പറയുന്നത്. ഇനി അതിൽ വരുന്നത് ദ ഓറോഫാരിങ്സ് ഈസ് ദ മിഡിൽ സെക്ഷൻ ഓഫ് ദ ഫാരിങ്സ്. നമ്മുടെ ഫാരിങ്സിന്റെ മിഡിൽ സെക്ഷനാണ് എന്ത് വരുന്നത്, ഓറോഫാരിങ്സ് എന്ന് പറയുന്നത് വരുന്നത്. ഇനി അതിന്റെ ലൊക്കേഷൻ ആണ് പറയുന്നത്. ഓറോഫാരിങ്സിന്റെ ലൊക്കേഷൻ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ ഓറൽ കാവിറ്റി എക്സ്റ്റെൻഡിങ് ഫ്രം ദ സോഫ്റ്റ് പാലറ്റ് to the level of hyoid bone which is a small bone at the base of the tongue അല്ലെ. നമ്മുടെ നാവിന്റെ ബേസ് ഭാഗത്തായിട്ടാണ് ഈ ഒരു ബോൺ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്, ഓറോഫാരിങ്സിന്റെ ഓറൽ കാവിറ്റിയുടെ ബിഹൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓറോഫാരിങ്സ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. സ്ട്രക്ചർ പറയുന്നത് പാലറ്റൈൻ ടോൺസിൽസ് ആണ്. അതായത് നമ്മളുടെ ഒരു പാലറ്റൈൻ ടോൺസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ലിംഫോയിഡ് ടിഷ്യൂവിന്റെ പെയറാണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഓറോഫാരിങ്സിന്റെ ഐദർ സൈഡിലായിട്ടാണ് അത് കാണപ്പെടുന്നത്. നിയർ ദ ബേസ് ഓഫ് ദ ടങ് ആൻഡ് ദ സോഫ്റ്റ് പാലറ്റ് ദ പ്ലേ എ റോൾ ഇൻ ഇമ്മ്യൂൺ ഡിഫെൻസ്. അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബേസ് ഓഫ് ടങ്, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ബേസ് ഓഫ് ടങ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ പറയുന്നത് പാലറ്റോ ഗ്ലോസൽ ആൻഡ് പാലറ്റോ ഫാരിഞ്ചൽ ആർക്കീസ്. അതായത് ഇതാണ് എന്ത്, നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിനെ ഫോൾഡ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പറയുന്ന ആർക്സ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫംഗ്ഷൻ ആണ്. റെസ്പിറേറ്ററിയും ഡൈജസ്റ്റീവും ഫംഗ്ഷൻസും വരുന്നുണ്ട് നമ്മളുടെ കോമൺ പാത്വേയിൽ. അതായത് എയറിന്റെ ആണെങ്കിലും ഫുഡിന്റെ ആണെങ്കിലും പാത്വേയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓറോഫാരിങ്സ് എന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ളത്. എയർ പാസ് ചെയ്യുന്ന സമയത്ത് ലാരിങ്സ് വഴിയും അതേപോലെ തന്നെ ഫുഡ് ലിക്വിഡ്സ് ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഈസോഫാഗസിലേക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ റെസ്പിറേഷനിലും ഡൈജഷനിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്പീച്ചിന് വേണ്ടിയിട്ടും സോളോയിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെയാണ് നമുക്ക് സ്പീച്ച് ചെയ്യാനായിട്ട് നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്തും ഫുഡ് എന്തെങ്കിലും സോളോയിങ് ചെയ്യുന്ന സമയത്തും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ഇൻഫെക്ഷൻസ് വരാം, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്യാൻസേഴ്സ്, ഓറോഫാരിങ്സിൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസറുകൾ വരാനായിട്ടും സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.